ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ പ്രീ സീസൺ ടൂറിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ജാപ്പനീസ് ക്ലബ്ബായ വിസൽ കോബയാണ് ബാഴ്സയുടെ എതിരാളികൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3:30 ഈ ഒരു മത്സരം നടക്കുക. ഇതിനുശേഷം രണ്ട് സൗത്ത് കൊറിയൻ ക്ലബ്ബുകൾക്കെതിരെ FC ബാഴ്സലോണ കളിക്കുന്നുണ്ട്. അതിനുശേഷം ജോയിൻ ഗാംബർ ട്രോഫിയിൽ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയാണ് ബാഴ്സയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ആരൊക്കെ ഇറങ്ങും, അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഒരു സാധ്യത 11 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോയൻ ഗാർഷ്യ ഇറങ്ങും എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഗാർഷ്യയുടെ ഒരു അരങ്ങേറ്റം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഹൂൾസ് കൂണ്ടയും അലജാൻഡ്രോ ബാൾഡേയും ഉണ്ടാകും. സെന്റർ ബാക്ക് പൊസിഷനിൽ കുബാർസിയും ഇനീഗോ മാർട്ടിനസും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ് അവിടെയുണ്ട്, പെഡ്രിയുണ്ട്, ഡാനി ഓൽമോയുണ്ട്. ഈ 3 താരങ്ങളും അവിടെ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ലാമിൻ യമാൽ, ലെവൻഡോസ്കി, റഫീഞ്ഞ. ഇങ്ങനെയായിരിക്കും FC ബാഴ്സലോണ ഇന്ന് കളിക്കുക എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പോൾ ക്ലബിനോടൊപ്പം ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഒരുപക്ഷെ പകരക്കാരനായിക്കൊണ്ട് റാഷ്ഫോർഡ് അരങ്ങേറാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ റൂണി ബാർഗി എന്ന ഒരു താരത്തെ കൂടി ക്ലബ്ബ് സ്വന്തമാക്കിയിരുന്നു. ഒരുപക്ഷെ ഹാൻസി ഫ്ലിക്ക് ഇന്ന് അദ്ദേഹത്തിനും ഒരു അവസരം നൽകിയേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.